നമ്മളെ ത്രില്ലടിപ്പിക്കുന്നതാണ്. സീറ്റഡ്ജ് ത്രില്ലറുകളൊക്കെ ഉണ്ട്. എന്തായാലും എനിക്ക് ഒരു കഴിഞ്ഞ 10 കൊല്ലത്തിൽ 2016 മുതൽ 2026 വരെ എന്തെങ്കിലും ഡേറ്റിന്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളങ്ങ് ക്ഷമിക്കണം കേട്ടോ. നിങ്ങളുടെയും ബെസ്റ്റ് ത്രില്ലറുകൾ ഏതാന്ന് പറയുക ഈ പീരീഡിനുള്ളിൽ. 5ാം സ്ഥാനത്ത് എനിക്ക് തോന്നിയത് കിഷ്കിന്ധാകാന്ഡമാണ്. സീറ്റഡ്ജ് ത്രില്ലർ അല്ലെങ്കിലും പക്ഷേ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുള്ള സിനിമയാണ്. നല്ല ത്രില്ലിംഗ് മൂഡ് ഉണ്ട്. ഒന്ന് സീറ്റഡ്ജ് ത്രില്ലർ അല്ല, എന്നാൽ പോലും ആസിഫ് അലി ആയാലും വിജയരാഘവനാണെങ്കിലും എൻ്റെ സ്ക്രിപ്റ്റിങ്ങും ഡയറക്ഷനും ഒക്കെ പൊളി ആയതുകൊണ്ട് 5ാം സ്ഥാനത്ത് നമുക്ക് കൊടുക്കാം കിഷ്കിന്ധാകാന്ഡം. 4ാം സ്ഥാനത്ത് എനിക്ക് തോന്നിയത് പോർത്തൊഴിലാണ്. ഒരുപാട് സിനിമകളുണ്ട്. പോർത്തൊഴിൽ നമ്മുടെ ശരത് കുമാറൊക്കെ പോലീസ് വേഷത്തിൽ വന്നൊരു സിനിമയാണ്. അത്യാവശ്യം സീറ്റഡ്ജ് ആണ്. അത്യാവശ്യം സീറ്റഡ്ജിൽ കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. പോർത്തൊഴിൽ നല്ല ഗംഭീരമായിട്ടാണ് മേക്ക് ചെയ്തേക്കുന്നത്. തമിഴ് സിനിമയാണ്, എന്നാൽ പോലും അതിൻ്റെ മേക്കിങ്ങും സംഭവങ്ങളെല്ലാം അടിപൊളിയാണ്. പോർത്തൊഴിൽ നല്ലൊരു ത്രില്ലറാണ്. 3 മഹാരാജ, വിജയ് സേതുപതിയുടെ ഡയറക്ഷൻ സൂപ്പറാണ്, തിരക്കഥ സ്ക്രിപ്റ്റിംഗ് സൂപ്പറാണ്. വിജയ് സേതുപതിയുടെ അഭിനയം കിടിലനാണ്. നല്ല അടിപൊളി ട്വിസ്റ്റാണ്. ലാസ്റ്റ് വരെ ഇങ്ങനെ ട്വിസ്റ്റായിട്ട് ഇങ്ങനെ വന്ന് നല്ല രസമായിട്ടാണ് എടുത്തേക്കുന്നത്. അങ്ങ് ഈ പറഞ്ഞ പോലെ അസാധാരണ സീറ്റഡ്ജിങ് ഒന്നും ഇല്ലെങ്കിൽ നമുക്കൊരു ത്രില്ലിംഗ് അനുഭവം നല്ലപോലെ തിയേറ്ററിൽ നിന്ന് കിട്ടിയതാണ്. OTT പ്ലാറ്റ്ഫോമില്ല, ഞാനിത് തിയേറ്ററിൽ കണ്ട പടമാണ്. നല്ല രസമായിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ, അടുത്തിടയിൽ തമിഴ് സിനിമകളിലും ഒരു നല്ല സിനിമയായിരുന്നു മഹാരാജ. 2 5ാം പാതിര, ഗംഭീര സിനിമ, അതിഗംഭീര സിനിമ. കുഞ്ചാക്കോവൻ നമ്മുടെ മിഥുൻ മാനുവൽ ആണോ ഡയറക്റ്റ് ചെയ്തതെന്ന് പോലും അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ഗംഭീര ഡയറക്ഷൻ, സ്ക്രിപ്റ്റിംഗ് എല്ലാം കൊണ്ടും ഒരു രക്ഷയില്ലാത്ത സിനിമ. പക്ക ഷറഫുദ്ദീൻ്റെ ഒക്കെ വില്ലൻ സൈക്കോ ഒക്കെ അടിപൊളിയായ സിനിമ. എനിക്ക് ഈ അടുത്തിടയിലൊന്നും ഇത്രയും ഗംഭീരമായിട്ട് സീറ്റിംഗ് അടിച്ച് നമുക്ക് വന്നിട്ടില്ല മലയാളത്തിൽ നിന്ന് എനിക്ക് തോന്നിയൊരു സിനിമയാണ് 5ാം പാതിര. 2ാം സ്ഥാനം. 1ാം സ്ഥാനം എപ്പോഴും നമ്മൾ കണ്ടാലും പേടിപ്പെടുത്തുകയോ അതേപോലെ സീറ്റിംഗ് അടിച്ച് നമുക്ക് ഒരു 10 വട്ടമോ 100 വട്ടം കണ്ടാലും തോന്നിക്കുന്നത് എനിക്ക് ഒരേ ഒരു സിനിമ ഈ അടുത്തിടയിൽ തോന്നിയിട്ടുള്ളൂ. ആ ഒരു സിനിമ രാക്ഷസനാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഈ സിനിമ കണ്ടപ്പോൾ പോലും നമുക്ക് ശരിക്കും നമുക്കിതെല്ലാം അറിയാം, അതിൻ്റെ ഓരോ സസ്പെൻസുകളും എല്ലാം അറിയാമെങ്കിൽ പോലും ഇത്രയും സീറ്റഡ്ജായിട്ട് അല്ലെങ്കിൽ ഗംഭീരമായിട്ട് നമ്മളിങ്ങനെ ഒരു രക്ഷയില്ലാത്ത രീതി തിയേറ്ററിൽ പോയി ഞാൻ കണ്ട സിനിമയാണ്. ഒരു രക്ഷയില്ലാത്ത സിനിമയാണ് രാക്ഷസൻ. അതിൻ്റെ മേക്കിങ് എല്ലാം എന്താണ്, വലിയ വലിയ ആക്ടേഴ്സ് ഒന്നും അല്ലെങ്കിൽ പോലും എല്ലാവരും തകർത്ത് അഭിനയിച്ചിരിക്കുന്ന സിനിമ. പിന്നെ നമുക്ക് 2013 ഇപ്പം ദൃശ്യവും 15-ന് 16 നമ്മൾ എടുത്തിരിക്കുന്ന ദൃശ്യവും ഫാമിലി ത്രില്ലറാണ്. മെമ്മറീസ്, മുംബൈ പോലീസ്, ഇങ്ങനെ കുറേ സിനിമകളുണ്ട്. എന്തായാലും അന്വേഷിപ്പിൻ കണ്ടെത്തുന്ന പറഞ്ഞ ടോവിനോയുടെ പടമൊക്കെ നല്ലതാണ്. തലവൻ നല്ല സിനിമയാണ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തമിഴിലെ മലയാളത്തിലെ ബെസ്റ്റ് ത്രില്ലറുടെ പേര് നിങ്ങളും ഒന്ന് സജസ്റ്റ് ചെയ്തേക്കും.